പുതിയതായി വിപണിയിൽ ഇറങ്ങിയ ഫോണുകളിൽ രണ്ടു മികച്ച ഫോണുകളാണ് ഹോണർ വ്യൂ 20യും OnePlus 60യും. ഇത് തമ്മിൽ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. ഇലക്ട്രോണിക് ഭീമന്മാരായ ഹുവായിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ മോഡലാണ് ഹോണർ വ്യൂ 20. ഹുവായി നോവ 4നെ അനുസ്മരിക്കും വിധമുള്ള പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, ഇരട്ട പിൻ ക്യാമറ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത. 48 മെഗാ പിക്സലിൻ്റെ സോണി സെൻസറാണ് പിന്നിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മുന്നിലെ സെൽഫി ക്യാമറ 25 മെഗാ പിക്സലാണ്. അതുപോലെ തന്നെ OnePlus 60യെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പ്രീമിയം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ OnePlusൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ മോഡലാണ് OnePlus 60. അത്യാധുനികമായ സ്ക്രീൻ അൺലോക്ക് ഫീച്ചറോട് കൂടിയാണ് OnePlus 60 എത്തിയിരിക്കുന്നത്. അതിശയകരമായ വേഗതയുള്ള ഇൻ ഡിസ്പ്ലേ ലോക്ക് ആണ് ഇതിൻ്റെ പ്രത്യേകത. ബയോമെട്രിക് വിവരങ്ങൾ റീലോഡ് ചെയ്യുന്നതിന് ശേഷിയുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ് OnePlus 60യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ കൂടുതൽ സുരക്ഷ ഉറപ്പു നൽകുന്നു. ഉപഭോക്താക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് മാത്രമായി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സറിൽ പ്രത്യേക ട്രസ്റ്റ് സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട വെർച്വൽ സോൺ പോലെ ട്രസ്റ്റ് സോൺ പ്രവർത്തിക്കും. അതിനാൽ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കപ്പെടും. പിന്നിൽ 2 ക്യാമറകളും മുന്നിൽ 1 ക്യാമറയും ഫോണിലുണ്ട്. അടുത്തിടെ ഫോൺ പൊളിച്ചു നടത്തിയ പരിശോധനയിൽ മറ്റൊരു ക്യാമറ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന് തൊട്ടു താഴെയാണ് 4ാമത്തെ ക്യാമറ സെൻസർ ഒളിപ്പിച്ചിരിക്കുന്നത്. ആകർഷകമായ ഡിസ്പ്ലേ, ശക്തമായ പ്രൊസസ്സർ, ദീർഘനേരം നിൽക്കുന്ന ബാറ്ററി, ശരാശരിയേക്കാൾ ഉയർന്ന ക്യാമറകൾ എന്നിവയാണ് OnePlus 60യെ വിപണിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. അതുപോലെ തന്നെ ഹോണർ വ്യൂ 20യെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇൻസ്ക്രീൻ ഫ്രണ്ട് ക്യാമറ ഡിസൈനാണ് ഹോണർ വ്യൂ 20 അവതരിപ്പിക്കുന്നത്. 18 ലെയർ സാങ്കേതികതയാണ് ഫ്രണ്ട് ക്യാമറയുടെ ഡിസ്പ്ലേ പ്രതലത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. 18:9 എന്ന അനുപാതത്തിലാണ് ഈ ഹാൻഡ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഫുൾ സ്ക്രീൻ വീഡിയോ പ്ലേബാക്ക്, ഗെയിം പ്ലേ തുടങ്ങിയവയും ഇതിൽ ലഭ്യമാണ്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേയിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുന്നത്. കൂടാതെ 1080x2310 പിക്സൽ റെസൊല്യൂഷൻ ഈ സ്മാർട്ട് ഫോണുകൾ കാഴ്ചവെക്കുന്നുണ്ട്. 19:5:9 അനുപാതത്തിൽ തന്നെയാണ് ഇതും പുറത്തിറങ്ങുന്നത്. പ്രോസസ്സറുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിരിൻ്റെ ഏറ്റവും പുതിയ ഹൈസിലിക്കൺ കിരിൻ 950ലാണ് പ്രവർത്തനം നടക്കുന്നത്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 9.0 പൈലാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. 2 വ്യത്യസ്തതകളിൽ ഇത് വിപണിയിൽ ലഭിക്കുന്നതാണ്. 6GB റാം, 8GB റാം എന്ന മാറ്റങ്ങളിലാണ് ഈ പുതിയ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. 6GB റാമിൽ 128GB ഇന്റേണൽ സ്റ്റോറേജും കൂടാതെ 8GB റാമിൽ 256GB ഇന്റേണൽ സ്റ്റോറേജിലുമാണ് ഇത് ലഭ്യമാകുന്നത്. ക്യാമറകൾ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണുകളുടെ പ്രധാന ആകർഷണം. 48 മെഗാ പിക്സലിൻ്റെ പിൻ ക്യാമറകളും കൂടാതെ 25 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറകളും ആണ് ഈ സ്മാർട്ട് ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. പുതിയ 3D ടൈം ടെക്നോളജിയും ഈ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറയിലുണ്ട്. അതുപോലെ തന്നെ OnePlus 60യെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ആൻഡ്രോയിഡ് പൈ ഔട്ട് ഓഫ് ദി ബോക്സിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വിപണിയിലെ ആദ്യ നോൺ പിക്സൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും OnePlus 60. മെച്ചപ്പെടുത്തിയ ജസ്റ്റർ നാവിഗേഷൻ എടുത്തു പറയേണ്ട സവിശേഷതയാണ്. ആപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തി ഉപയോഗിക്കാത്ത സമയങ്ങളിൽ അവ ബാറ്ററി ചാർജ് തീർക്കുന്നത് ഫോൺ തടയും. OnePlus 6ന് വേണ്ടി ആൻഡ്രോയിഡ് പൈ അടിസ്ഥാന ഓക്സിജൻ OS 9.0 പുറത്തിറക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് OnePlus ബുള്ളറ്റ് ടൈപ്പ് C ഇയർഫോൺ, അതാണ് മറ്റൊരു പ്രത്യേകത. വിപണിയിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ള സ്മാർട്ട് ഫോൺ ആക്സസറീസിൽ ഒന്നാണ് OnePlus ബുള്ളറ്റ് വയർലെസ് ഹെഡ്ഫോൺ. 60-കൊപ്പമുള്ള ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത ടൈപ്പ് C ജാക്ക് ആയിരിക്കും. മികച്ച ഓഡിയോ അനുഭവം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി 3.5mm ഓഡിയോ ജാക്ക് ഒഴിവാക്കിയതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു.
മാത്രമല്ല ഇത് ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമത്രേ. ഓഡിയോ ജാക്ക് ഒഴിവാക്കിയതിലൂടെ ലാഭിച്ച സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് വലിയ ബാറ്ററി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ടെക് സംബന്ധമായ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക.